ഞാൻ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ചിലവരുടെ ഓട്ടം ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള മഷ്റൂമിൽക്കാണ്. പുള്ളിക്കാരൻ്റെ നാണം വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇതാണ് എയർ ഡ്രൈ ക്ലേ. ഞാനിത് ആമസോണിലാണ് വാങ്ങിയത്. 99 റുപ്പീസ് എന്തോ ഉള്ളൂ കേട്ടോ. നന്നായി നീഡ് ചെയ്തിട്ട് സോഫ്റ്റ് ആക്കണം. ഒരുപാട് സ്റ്റിക്കി ആവാൻ പാടില്ല. എന്നിട്ട് ഞാനിത് ആ ബേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ചെറിയ റിങ്കിൾസ് പോലെയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കൈ വെച്ചിട്ട് സ്മൂത്ത് ആക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് മഷ്റൂമിൻ്റെ തല ഉണ്ടാക്കാൻ ക്ലേ ഇതുപോലെ ഉരുട്ടി കൊടുക്കണം. ഒരു ബോൾ പോലെ ആക്കുക. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് അമർത്തി കൊടുക്കണം. സെൻറ്റർ പോർഷൻ മാത്രമാണ് കേട്ടോ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. ആക്ച്വലി ക്ലേ മേക്കിംഗ് നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു ഹോബിയാണ്. നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കണൊക്കെ ദിവസങ്ങളുണ്ടാവില്ലേ, ആ ദിവസമൊക്കെ ഈ ക്ലേ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. നമ്മുടെ ഇന്നസെൻറ്റ് പപ്പടം കാച്ചണ പോലെ ഈ ക്രാക്സൊക്കെ നമ്മൾ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്മൂത്താക്കി കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ചൊക്കെ ഫ്ലോ ഉള്ളതാണ് കാണാൻ ഭംഗി. ഒരു ഗ്ലാസ് ഓഫ് വെള്ളം എപ്പോഴും അടുത്തുണ്ടായിരിക്കണം, അതാണ് സേഫ്. ഇനി തലയും ബേസും കൂടി ഒട്ടിക്കണ്ടേ, അതിന് വേണ്ടി ഇതുപോലെ ക്രാക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ക്രാക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഒട്ടി കിട്ടും കേട്ടോ. എന്നിട്ട് ആ ഭാഗത്ത് മാത്രം കുറച്ച് ചളിപ്പരുവമാക്കണം. അതിന് കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ ആക്കിയാൽ മതി. ഒരു ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടിട്ടാണ് സംഭവം എനിക്ക് അഡിക്റ്റ് ആയത്. പിന്നെ ഇത് സ്വയം പഠിക്കേണ്ട കാര്യം, ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. ഇനി നമുക്ക് രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ് ക്രൂഷ്യൽ സ്റ്റെപ്പ്. ക്ലേ ഇങ്ങനെ നൂല് പോലെ ആക്കിയെടുത്തിട്ട് അതിൻ്റെ ആ ജോയിൻറ്റിൽ ചുറ്റിനും ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സ്റ്റിക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുത്തിട്ട് ഒന്ന് നന്നായി സ്മൂത്ത് ചെയ്ത് കൊടുക്കുക വെള്ളം വെച്ചിട്ട് കേട്ടോ. ഒരു ഫൈനൽ ടച്ചപ്പ് കൊടുക്കാൻ വെള്ളം വെച്ചിട്ട് മൊത്തത്തിലൊന്ന് സ്മൂത്ത് ആക്കി എടുക്കണം. അപ്പോൾ അത് ക്ലേ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കൈയൊക്കെ കണ്ടില്ലേ, ഭയങ്കര മെസ്സിയാണ്. ഒരു ഫുൾ ഡേ ഇതിന് ഡ്രൈ ആക്കാൻ വെക്കണം. നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ള സ്ഥലത്ത് വെക്കണം കേട്ടോ. ഇവന്മാർക്ക് അക്രിലിക് പെയിൻറ്റ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒരു ബേസ് കോട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ടൊരു സെക്കൻഡ് കോട്ടും കൂടി അടിച്ചു കൊടുക്കാം. വൈറ്റ് പെയിൻറ്റിൽ കുറച്ച് ബ്രൗൺ മിക്സ് ചെയ്തിട്ട് ഇതുപോലൊരു കളറാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് അടിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഉണങ്ങട്ടെ. ഇനിയാണ് ക്ലേനെ ക്ലേ ആക്കണ സ്റ്റെപ്പ്, അതായത് പോൾക്ക ഡോട്ട്സ്. ഞാൻ വൈറ്റ് അക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത് പോൾക്ക ഡോട്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെറുതും വലുതുമായിട്ടുള്ള പല പല പോൾക്ക ഡോട്ട്സ് നിങ്ങൾക്ക് കൊടുക്കാം. അതൊക്കെ വേണമെങ്കിൽ ക്ലിയർ വാർണിഷ് അടിച്ചിട്ട് ഇതിനെ കുറച്ച് ഗ്ലേസിങ് ആക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് കൊടുത്തിട്ടില്ല, കാരണം ഉണങ്ങി കിട്ടാൻ കുറച്ച് പണിയാണ്. മഴക്കാലമല്ലേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.